നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൗസിലേക്ക് ആശാ വർക്കർമാർ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ഇതിനിടെ പോലീസ് അതിക്രമമുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ച ആശാ വർക്കർമാർ ഇന്ന് സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ ആശാ വർക്കർമാർ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ സമരത്തിന് ഐക്യദാർഢ്യം അറിയിക്കാൻ എത്തുമെന്ന് നേതാക്കൾ അറിയിച്ചു. ക്ലിഫ് ഹൗസിലേക്കുള്ള മാർച്ചിനിടെ പോലീസ് കഴിഞ്ഞ ദിവസം ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. അതിനിടെ വനിതാ നേതാക്കൾക്ക് നേരെ പോലീസ് ലാത്തി വീശിയതായ ആക്ഷേപം ഉയരുന്നുണ്ട്. പോലീസിനെതിരെ ഈ ഒരു കാര്യത്തിൽ വിമർശനവും ഉയരുന്നുണ്ട്. സമരത്തിന്റെ ഭാഗമായി എത്തിച്ച മൈക്ക് സെറ്റ് ഉൾപ്പെടെ നീക്കം ചെയ്തതും വ്യാപക പ്രതിഷേധത്തിലേക്ക് നയിച്ചിരുന്നു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, പെൻഷൻ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാസങ്ങളായി ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത്. ആശാ വർക്കർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നേരത്തെ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. പക്ഷേ ആ സമിതി നൽകിയ റിപ്പോർട്ട് അതിലൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സമരം കടുപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് ആശാ വർക്കർമാർ എത്തിയത്. ആശാ പ്രവർത്തകരെ പിരിച്ചുവിടാനായി പോലീസ് ഇന്നലെ 5 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. എന്നിട്ട് കനത്ത മഴയിൽ ജലപീരങ്കി അവഗണിച്ചുകൊണ്ട് ആശാ വർക്കർമാർ ക്ലിഫ് ഹൗസിന് മുന്നിൽ നിലയുറപ്പിക്കുകയായിരുന്നു. സമരം അനുവദിച്ചിരുന്ന സമയത്തിനും അപ്പുറത്തേക്ക് കടന്നുപോയതോടെയാണ് പോലീസ് പ്രകോപനവുമായി രംഗത്ത് വന്നത്. പോലീസ് അവരെ മാറ്റാൻ ശ്രമിച്ചു. അതിനു പിന്നാലെ സ്ഥിതിഗതികൾ രൂക്ഷമാവുകയും ചെയ്തു. പോലീസ് പ്രതിഷേധക്കാരെ നീക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പിരിഞ്ഞു പോകില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു ആശാ വർക്കർമാർ. പിന്നീട് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചതിനെ തുടർന്ന് സമരക്കാർ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ വിട്ടയക്കുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതായി സമരസമിതി അംഗങ്ങൾ പറഞ്ഞു. ഇതോടെയാണ് ക്ലിഫ് ഹൗസിലുള്ള സമരം ഉപേക്ഷിച്ച് വൈകുന്നേരത്തോടെ ആശാ വർക്കർമാർ അവിടെ നിന്നും പിരിഞ്ഞുപോയത്. മുഖ്യമന്ത്രി ഇവിടെ വന്ന് സംസാരിച്ച് അവർ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്നതായിരുന്നു സമരസമിതിയുടെ നിലപാട്. പിന്നാലെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ അനുവാദം അല്ലെങ്കിൽ അവസരമൊരുക്കി തരാമെന്ന പോലീസ് ഉറപ്പിന്മേൽ ക്ലിഫ് ഹൗസിന് മുന്നിൽ നിന്ന് അവർ പിരിഞ്ഞു പോവുകയായിരുന്നു. ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ടു പോകാൻ ശ്രമിച്ച സമര നേതാവ് എസ് മിനി ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു നീക്കി. കസ്റ്റഡിയിലെടുത്ത പ്രധാന നേതാക്കളുമായി പോയ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ പ്രവർത്തകർ വാഹനത്തിന് മുന്നിൽ കടന്ന് പ്രതിഷേധിച്ചതാണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളായത്. പ്രവർത്തകരെ വലിച്ചിഴച്ചു മാറ്റിയ ശേഷമായിരുന്നു പോലീസിന് വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. പോലീസ് മൈക്കും അനുബന്ധ ഉപകരണങ്ങളും പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് വലിയ സംഘർഷത്തിലേക്ക് നയിച്ചു. രാവിലെ മുതൽ ഇവിടെ പ്രതിഷേധം നടത്തുകയായിരുന്നുവെന്നും ഉച്ചയ്ക്ക് ശേഷം 5 മണിയോടെയാണ് വാഹനം കസ്റ്റഡിയിലെടുത്തതെന്നും നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തതെന്നും പ്രവർത്തകർ പ്രതികരിച്ചു. മൈക്ക് ഉപയോഗിക്കാനുള്ള പെർമിഷൻ അനുവദിച്ച സമയം കഴിഞ്ഞു എന്നാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ തങ്ങൾക്ക് അനുമതി ഉണ്ടായിരുന്ന സമയത്ത് മാത്രമാണ് മൈക്ക് ഉപയോഗിച്ചതെന്ന് പ്രവർത്തകരും പ്രതികരിച്ചു. ജനറേറ്റർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാഹനത്തിൽ നിന്ന് അഴിച്ചുമാറ്റി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. സംഘർഷത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കന്റോൺമെന്റ് SHO പ്രജീഷ്, ഒരു വനിതാ പോലീസുകാരി എന്നിവർക്കാണ് പരിക്കേറ്റത്. വനിതാ പോലീസുകാരി പോലീസ് വാഹനത്തിനകത്തേക്ക് കയറുന്ന സമയത്ത് സമരക്കാർ വാഹനത്തിന്റെ കതക് വലിച്ചടച്ചതിനെ തുടർന്ന് വിരലുകൾക്ക് പരിക്കേൽക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ് ആശാ വർക്കർമാർ കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടത്തിയത്. വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായി. എന്തായാലും ഇന്നലെ നടന്ന സമരത്തിന്റെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി
മാൻസേ